ആണല്ലോ തത്വമസി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ആ തത്വമസി എന്ന് പറയുന്നതിന്റെ ശരിക്കുമുള്ള ആ ഒരു മീനിങ് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ തത്വമസി ഒരിക്കലും പറയാത്ത എന്തുകൊണ്ടായിരിക്കും? ജീസസ് പറഞ്ഞിട്ടുണ്ട്, അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ആ ഒരു പിക്ചർ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ജനങ്ങളുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സഹന കഥകളൊക്കെ വേണം. ഈ പറയുന്ന ക്രൂശ് മരണം എന്ന് പറയുന്നതും റിസറക്ഷൻ എന്ന് പറയുന്നതും ആക്ഷരികമായിട്ട് നടന്നിട്ടുള്ള കാര്യമല്ല, അതൊരു ആത്മീക സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതം അതോടുകൂടെ വേരറ്റു പോകും. പക്ഷേ ഈ അടുത്ത കാലത്ത് കന്യാമറിയം കരഞ്ഞു, കണ്ണിക്കൂടെ രക്തം വന്നു, തിരുവോസ്തി മാംസമായി മാറി, ഇതൊക്കെ ലബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ വെച്ചിട്ടുണ്ട്. ശരിക്കുമുള്ളത് മതത്തിൻ്റെ ഒരു മറയുള്ളത് കൊണ്ട് ഇതിനകത്തൊന്നും ചെക്കിംഗ് ഒന്നും നടക്കാൻ പോകാത്തത് കൊണ്ട് എന്ത് വേണമെങ്കിലും കാണിച്ച് ആൾക്കാരെ പറ്റിക്കാന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കും. ആളുകൾ ചെയ്യുന്ന കാര്യമായിട്ടാണോ അങ്ങ് വിലയിരുത്തുന്നത്, അതോ ഇത് സഭ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമായിട്ടാണോ വിലയിരുത്തുന്നത്? സഭയുടെ അറിവോടുകൂടെ സഭ ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നേയോളം ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ രൂപക്കൂടിനകത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നതായിട്ട് ചരിത്രമുണ്ടോ? അങ്ങൊരു കുറെ നീണ്ട വർഷങ്ങൾ ഒരു വൈദികനായി ഒരു ജീവിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പൊ എനിക്കൊരു പലപ്പോഴും വന്നൊരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ തന്നെ വിചാരിച്ചോ, ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും, ഈ ചോദ്യം എത്രത്തോളം പ്രസക്തമാണോന്നൊന്നും എനിക്കറിയില്ല, വളരെ ചെറിയൊരു ചോദ്യമായിരിക്കാം ചിലപ്പോൾ. ഞാൻ എൻ്റെ ഉള്ളിലെ ഒരു ഡൗട്ടാണ് ചോദിക്കുന്നത്. അങ്ങൊരു വൈദികനായതുകൊണ്ടാണ് അങ്ങയോട് ചോദിക്കുന്നത്. എൻ്റെ ഉള്ളിൽ അതിന് ഉത്തരവുണ്ട്, എങ്കിൽ പോലും അങ്ങയുടെ ഉത്തരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ മരിക്കാൻ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. രക്തമെല്ലാം ചീന്തി, രക്തം ചീന്തി, ഒരുപാട് എന്താ പറയുക, ശരീരങ്ങളെല്ലാം ഭയങ്കര പ്രശ്നമായി. നമുക്കൊരു വ്യക്തി മരിക്കാൻ കിടക്കുക എന്ന് പറയുന്നത്, അത് കാണുന്നത് നമ്മൾക്ക് സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെയും നമുക്കത് കാണുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. എങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ എല്ലാ ദേവാലയങ്ങളിലും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥയെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? അതായത് കുരിശിൽ കിടക്കുന്ന അദ്ദേഹം, നമുക്കറിയാം ആ ഒരു വ്യക്തി അതിനുവേണ്ടി എടുത്തിരിക്കുന്ന കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ആ ഒരു പിക്ചർ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്? ഈ കുരിശിൽ കിടക്കുന്ന ജീസസ് ക്രൈസ്റ്റിനെ എന്തുകൊണ്ട് അവിടെ പ്രൊജക്ട് ചെയ്തു? ഓക്കെ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ 2ാം ഭാഗം കണ്ടിരുന്നു. അതിനകത്ത് മഞ്ജു വാര്യരെ വെച്ചിട്ട് അവരുടെ പാർട്ടിയുടെ അടുത്ത ലെവലിൽ ഒരു പ്രൊമോഷൻ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബൈജു പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ ഒരു 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരാണ് ശരിക്കും യഥാർത്ഥ ലീഡർ ആയി വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ കാര്യം പറയും. അപ്പോൾ അത് കറക്റ്റായിട്ട് അവരത് ട്രാക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്, ജനങ്ങളെല്ലാവരും കൈയടിക്കുന്നുണ്ട്. സോ ജനങ്ങളുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സഹന കഥകളൊക്കെ വേണം, എന്നാൽ മാത്രമേ ജനങ്ങളെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മതമാണ്. ബൈബിൾ പറയുന്ന ക്രിസ്ത്യാനിറ്റി അല്ല ഞാൻ പറയുന്നത്. ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മതമാണ്. ആ മതത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും കഥകളും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ജനങ്ങളെ കാണിച്ച് അവരെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. സോ സഹനത്തിൻ്റെ, കഷ്ടതയുടെ പര്യായമായി ജീസസിൻ്റെ ക്രൂശുമരണത്തെയും കഷ്ടാനുഭവത്തെയൊക്കെ കാണിക്കുമ്പോൾ ജനങ്ങൾക്കറിയാതൊരു ഇമോഷൻ ഉണ്ടാവും. അതുപോലെ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് നിന്നിട്ട് അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ച് ഉയർത്തുന്നേറ്റ് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹീറോയിസം ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ മതം നിലനിൽക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ക്രൂശ് മരണം എന്ന് പറയുന്നതും റിസറക്ഷൻ എന്ന് പറയുന്നതും ആക്ഷരികമായിട്ട് നടന്നിട്ടുള്ള കാര്യമല്ല, അതൊരു ആത്മീക സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതം അതോടുകൂടെ വേരറ്റു പോകും. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസിൻ്റെ ക്രൂശ് മരണവും റിസറക്ഷൻ എന്നൊക്കെ പറയുന്നത് ആത്മീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ താങ്കളും മാനുഷികതയിൽ ജീവിച്ച ഒരു സമയമുണ്ട്, ഇപ്പം താങ്കൾ ആധ്യാത്മികതയിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. സോ മാനുഷികതയിൽ നിന്നുള്ള ഒരു പരിവേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർപ്പെന്ന് പറയുന്നത്. നമ്മുടെ ചിന്താഗതി ഇപ്പോൾ വേറെയാണ്, ആൾക്കാരുടെ സമീപനം നമുക്കിപ്പോൾ വേറെയാണ്. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ കാണുന്നത് പോലെയല്ല നമ്മളുടെ കാഴ്ചപ്പാടിപ്പോൾ. അതാണ് ഒരു ഉയർപ്പിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ജീസസും മാനുഷികതയിൽ നിന്ന് ഒരു ആത്മീയതയിലേക്കുള്ള ഒരു പരിവേഷത്തിലേക്ക് വന്നതിനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ആ മതത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കാര്യമാണ് ക്രൂശ് മരണവും ക്രൂശിൽ കിടക്കുന്ന ഫോട്ടോയും ഈവൻ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പോലുള്ള സിനിമകളും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇനി അതൊക്കെ വീണ്ടും സഹിക്കാമെന്ന് പറയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് കന്യാമറിയം കരഞ്ഞു, കണ്ണിക്കൂടെ രക്തം വന്നു, തിരുവോസ്തി മാംസമായി മാറി, ഇതൊക്കെ ലബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ്
ശരിക്കും പറഞ്ഞ അങ്ങ് അതിനെങ്ങനെ കാണുന്നത്? ഈ പറയുന്ന ഇപ്പോ മാതാവിന്റെ കണ്ണിൽ നിന്ന് രക്തം വരുന്നതും ബ്ലഡ് വരുന്നതും. ഈ അടുത്ത കാലത്ത് നയൻതാരയുടെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു തമിഴില്. നയൻതാര ഒരു ഗോഡസ് ആയിട്ട്, ഒരു ദേവതയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സിനിമ. അതിനകത്ത് ഇതിൻ്റെയൊക്കെ പച്ചയായ കാര്യങ്ങൾ അവർ തുറന്ന് കാണിക്കുന്നുണ്ട്. പുൽപ്പറ്റിൽ നിന്ന് പാല് വരുന്നതാണ് അവിടെ കാണിക്കുന്ന ഒരു കാര്യം. ഒരു പുൽപ്പറ്റിൽ നിന്ന് ഈ ഇതുണ്ടല്ലോ ചെതലിൻ്റെ പുറ്റ്, ആ പുറ്റിൻ്റെ അകത്തുനിന്ന് പാലിങ്ങനെ ഒഴുകുന്നു. ആ ക്ഷേത്രം ഭയങ്കര ഫേമസ് ആകുന്നു, ആൾക്കാർ തിക്കിക്കൂടുന്നു. ആ ഒരു കാര്യം അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ചെറിയ മോട്ടർ വെച്ചിട്ട് പാലൊഴിച്ച് ഇതിനകത്തുകൂടെ ഇതിനെ കൊണ്ട് തൂകിക്കുന്നതാണ്. അത് പിന്നീട് അത് ക്രൈമായിട്ട് മാറുന്നുണ്ട് ആ സിനിമയ്ക്കകത്ത്. സോ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ശരിക്കുമുള്ള ഇത് മതത്തിൻ്റെ ഒരു മറയുള്ളത് കൊണ്ട്, ഇതിനകത്തൊന്നും ചെക്കിങ് ഒന്നും നടക്കാൻ പോകാത്തത് കൊണ്ട് എന്ത് വേണമെങ്കിലും കാണിച്ച് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കും. ഇത് കാണാനും പറ്റിക്കപ്പെടാനും ആൾക്കാർ തയ്യാറുമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്ന് തന്നെയാണോ? 100% സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് മനുഷ്യൻ്റെ കരസ്പർശം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഇന്നത്തെ കാലത്ത് ലോകത്ത് നമ്മൾ ഒരുപാട് അത്ഭുതങ്ങളും അതീന്ദ്രിയമായ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നില്ലേ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്ന സാധ്യത വളരെ കൂടുതലല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കും. ഇപ്പോൾ ഒരു മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. ആ മാതാവിനെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ക്രൈം നടക്കുമ്പോഴത്തേക്ക് ആ ശരീരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും കുഴിച്ചിട്ട് തോണ്ടി അതിനകത്തുനിന്ന് തന്നെ ഫോറൻസിക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് അല്ലേ? ക്രൈം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാതാവിൻ്റെ പ്രതിമയെ ഒന്ന് അത്തരത്തിൽ പരീക്ഷിക്കാനായിട്ട് അവർ സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ജെന്യുവിനിറ്റി എന്താണെന്ന് പറയാം. പബ്ലിക്കിന് അതിനുള്ള അവസരം തരണം. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ബോഡിക്ക് അത് പരിശോധിക്കാനായിട്ടുള്ള ഒരു അധികാരം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു തിരുവോസ്തി മാംസമായി എന്ന് പറയുന്നത് ചർച്ച് ലബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുമ്പോഴത്തേക്ക് മാംസത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ അതിനകത്തുണ്ടായി എന്ന് പറയുന്ന രീതിയിൽ അവർ അതിന് പ്രൂവ് ചെയ്യും. പക്ഷെ മറ്റൊരു ബോഡിക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. പറ്റുമോ? അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് മതത്തിനകത്ത് നിലനിൽക്കുന്നത്. ഇത് ആളുകൾ ചെയ്യുന്ന കാര്യമായിട്ടാണോ അങ്ങ് വിലയിരുത്തുന്നത്, അതോ ഇത് സഭ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമായിട്ടാണോ വിലയിരുത്തുന്നത്? സഭയുടെ അറിവോടുകൂടെ സഭ ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ചോദിക്കാൻ കാരണം പല പള്ളികളിലും അവിടുത്തെ വികാരിമാര് അവിടെ ഇരിക്കുന്ന രൂപങ്ങളിലും ഫോട്ടോകളിലും മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നതായിട്ട് ഞാനും കുറെ കണ്ടിട്ടുണ്ട്. അപ്പോ അതാ ഞാൻ ചോദിക്കാൻ കാരണം. അപ്പൊ അതിപ്പോ അച്ഛന്മാര് വികാരിമാര് മുൻനിന്ന് ഇതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരാണെങ്കിൽ പിന്നെ ഒരു ഇതിന്റെ പുറത്ത് വേണ്ടി ചെയ്താൽ നമുക്ക് വിചാരിക്കാം. വികാരിമാർ ഇത് ചെയ്യുമ്പോഴോ അതോറിറ്റി അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതോറിറ്റിക്ക് മാത്രമേ ഇതൊരു അത്ഭുത പ്രതിഭാസമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നേയോളം ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ രൂപക്കൂടിനകത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നതായിട്ട് ചരിത്രമുണ്ടോ? അതൊന്നും നടക്കേണ്ടതല്ലേ? ഇന്ന് കാത്തലിക് വിശ്വാസമുള്ള എല്ലാ ആൾക്കാരുടെ വീട്ടിനകത്തും രൂപക്കൂടുണ്ടാവും. അവിടെ മാതാവ് ഉണ്ടാവും, ഈശോ ഉണ്ടാവും, ഔസേപ്പ് പുണ്യാളച്ചൻ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവിടെയൊന്നും ഈ അത്ഭുതം നടന്നതായിട്ട് ഇന്നയോളം ഞാൻ കേട്ടിട്ടില്ല. നടന്ന അത്ഭുതങ്ങളെല്ലാം ദേവാലയത്തിലോ കുരിശടികളിലോ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കൈയില്ലാതെ, ഒരു അതോറിറ്റിയുടെ ഒരു കൈയില്ലാതെ അത് സംഭവിക്കത്തില്ല. ബൈബിൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ജീസസിന്റെ ജനനം ഒരു അത്ഭുത ജനനമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? കന്യകയായ മറിയം ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അതിൻ്റെ പിന്നിൽ വേറൊരു ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു സയൻസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ പറയാം. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. ഞാൻ അടുത്തൊരു കാര്യം കാത്തിരിക്കുകയാണ്. അതായത് കന്യാമറിയത്തിൻ്റെ രൂപങ്ങൾ ഇഷ്ടംപോലെ പല സ്ഥലത്തുമുണ്ട്. പല കന്യാമറിയത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളവും രക്തവും വന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത്ഭുതമായിട്ട്. അടുത്തൊരു ഇൻസിഡൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബിഷപ്പോ ഒരു കന്യാസ്ത്രീയോ ഒരു അനാഥ കുഞ്ഞിനെ ഈ അമ്മയുടെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ഈ അമ്മ പ്രസവിച്ചതാണ് എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. എന്ന് പറഞ്ഞ ജീസസിനൊരു അനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തി ജനിക്കാൻ പോകുന്നു ഉടനെ അവരതിനെ സാധ്യതയുണ്ട്. ഉണ്ട്. ജീസസിന്റെ ജനനം അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ജീസസിന് ഒരു അനിയനോ അനിയത്തി വരുന്നതിന് കുഴപ്പമില്ലല്ലോ. അതും ഒരു പ്രതിമയിൽ നിന്ന് ഒന്നുകൂടെ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താ? അതിന്റെ ആ ലെവലിൽ വരെയൊക്കെ എത്തി കാര്യങ്ങൾ. ജീസസ് ക്രൈസ്റ്റ് വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അതിനെ കാണുന്നു. ഞാനത് വിശ്വസിക്കുന്നു. പക്ഷെ രേഖകളില്ലാത്തതുകൊണ്ട് ഓതന്റിക് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു. അങ്ങ് ഞാനും ഒരേ പുസ്തകത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ അത് വായിച്ചിരിക്കുന്നത്. അതെ, ശരി. കാരണം നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോഴാണെങ്കിൽ നമുക്കൊരു പക്ഷേ
കാരണം ഈ ജീസസ് ക്രൈസ്റ്റ് ഒരു യോഗിയായിരുന്നു എന്നും ആ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നു. ബൈബിളിൽ നടന്ന പല കഥകളും ആ പുസ്തകത്തിൽ കൃത്യമായി വിവരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നും പറയുന്നു. ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെ മറ്റൊരു ഡയമെൻഷനാണ് അദ്ദേഹം പറയുന്ന ഉപമകളിലൂടെ പറയുന്ന എല്ലാം പറയപ്പെടുന്നു. അപ്പോൾ ശരിക്കും ജീസസ് ക്രൈസ്റ്റ് ആരാണെന്ന് എപ്പോഴും, പിന്നെ ഇന്ത്യക്കാര് അതിന് ഇത് അങ്ങനെയാണെന്നൊന്നും പറയാനൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം ഓക്കെ. അദ്ദേഹം എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഒരു സത്യാന്വേഷിണിയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു സത്യാന്വേഷണി ആയതുകൊണ്ട് ബൈബിളിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ വേദങ്ങൾ പറയുന്നത് എന്താ, ഉപനിഷത്തുകൾ പറയുന്നത് എന്താ, ഖുർആൻ പറയുന്നത് എന്താ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞാനിന്ന് സഞ്ചരിക്കുന്നുണ്ട്. അതിന്റെ ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. എല്ലാ ആധ്യാത്മിക ഗ്രന്ഥത്തിനകത്തും ഏതെങ്കിലും തരത്തിലുള്ള സത്യങ്ങൾ ഉണ്ടാകാം, എസൻസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ എന്നെ പോലെ സാധാരണ ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് വിലയിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജീസസിനെ പോലെയുള്ള കുറച്ചുകൂടെ ആധ്യാത്മികതയിൽ മുന്നോട്ട് പുരോഗതി പ്രാപിച്ചൊരു വ്യക്തി തീർച്ചയായിട്ടും അതിനെ ശ്രമിക്കും എന്നുള്ളതിന് ഒരു തർക്കമില്ല, ഉറപ്പാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്കകത്തെല്ലാം സത്യാവസ്ഥ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. അതെ അതെ അതെ. ഈ പലപ്പോഴും നമ്മൾക്കിപ്പോൾ പല ഇന്റർവ്യൂസും പല ആളുകളുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴും ഈ ദൈവമില്ല അല്ലെങ്കിൽ ഇതെല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. നിരീശ്വരവാദികൾ നമ്മൾ അങ്ങനെയൊക്കെ പറയെങ്കിൽ പോലും ഞാൻ പലപ്പോഴും എൻ്റെ ഉള്ളിൽ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അവർ പറയുന്ന മതവും അവർ പറയുന്ന ഈശ്വരനും ഇവരുണ്ടാക്കിയ ഈശ്വരനെ പറ്റി പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. എല്ലാ യുക്തിവാദികളും എല്ലാ നിരീശ്വരവാദികളും പറയുന്നത് മതം പറയുന്ന ദൈവം ഇല്ലെന്നാണ്. അതെ അതെ. പക്ഷെ ഒരു ഘട്ടമെത്തുമ്പോഴേ അവരും ഈശ്വരാന്ന് വിളിക്കുന്നത്. മതം പറയുന്ന ഈശ്വരൻ ഇല്ലാന്നും ആ മതം സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ മതത്തെ ഉണ്ടാക്കിയവർ പറഞ്ഞിരിക്കുന്ന ഈശ്വരന്റെ രൂപവുമല്ല ഇതൊന്നും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കറക്റ്റ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ എന്താണ് സത്യം എന്നുള്ളത് ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയാനുള്ള നമ്മുടെ ഒരു ജീവൻ ഉണ്ടല്ലോ, ആ ജീവൻ നിലനിർത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരൻ. അതിന്റെ അപ്പുറത്തോടെ ഒന്നും ഡയമെൻഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇപ്പൊ എല്ലാ മനുഷ്യരും അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചില ആളുകൾക്ക് ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും ഓരോ ബുക്കുകളും ഓരോ കഥകളും കേൾക്കുമ്പോഴും ഈശ്വരൻ എന്ന് പറയുന്ന, ഈശ്വരന്റെ സാന്നിധ്യം എന്ന് പറയുന്ന, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന എന്തോ ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രം സംഭവിക്കുന്നത് എന്താണെന്ന്, അതായത് പ്രത്യക്ഷപ്പെടണം, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം, രോഗശാന്തി കിട്ടണം. അത് മാത്രമല്ല, ഈ ആനന്ദത്തെയും ഈശ്വരനായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണല്ലോ. ഇപ്പൊ ഈ പറയുന്ന നിരീശ്വരവാദികളാണെങ്കിലും അവര് അത് ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദം എവിടെ നിന്ന് വരുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു ക്യുക്കടിയിൽ വേണമെങ്കിൽ ഇതെല്ലാം ഇവർക്ക് മറന്നു പോകാം. ഇതൊന്നും ഇവിടെ കൺട്രോളല്ല. കാരണം ഇതെല്ലാം മറ്റൊന്നാണെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും അവരുടെ ലൈഫിൽ അവർ സംഭവിക്കും. നമ്മുടെ ലൈഫിലാണെങ്കിലും നമുക്ക് സംഭവിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതൊന്നും ഇത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമില്ല. നമുക്ക് ഇതിനെ എങ്ങനെ തടയാൻ പറ്റും? ഇപ്പോൾ ഞാൻ ശബരിമല പോയ സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന മേൽശാന്തി പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ്, എൻ്റെ പ്രൊഫഷനാണ്, ഞാനൊരു എംപ്ലോയിയാണ്, എനിക്കതിനുള്ള സാലറി കിട്ടുന്നുണ്ട്. ശരിയായ ദൈവം എന്ന് പറയുന്നത് ഈ കാണുന്നതല്ല ദൈവം. നിനക്ക് കാണാനായി കാഴ്ചശക്തി നൽകുന്ന, ആ ഒരു പ്രാപ്തി നൽകുന്ന ആ ഒരു ശക്തിയാണ് ശരിക്കുമുള്ളത്. അപ്പൊ അദ്ദേഹം അത് പറയുമ്പോഴും ജനങ്ങൾ അവിടെ തങ്ങിക്കൂടുമ്പം അദ്ദേഹത്തിന്റെ ദൗത്യം ചെയ്തേ പറ്റത്തുള്ളൂ, ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ മാത്രമേ ആ ഈശ്വരഭാവത്തെ അറിയാനും ആസ്വദിക്കാനും പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പൊ എൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, ഈശ്വരനെ തേടി ശബരിമലയിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല, അവിടെ ശബരിമല ഈശ്വരൻ ഇല്ല. പിന്നെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനും നമ്മുടെ ആ വിശ്വാസത്തെ കുറച്ചൊരു തീവ്രമാക്കാനും പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റം വേണമെങ്കിലൊക്കെ നമുക്ക് പോവാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈശ്വരനെ കാണുമെന്നോ അല്ലെങ്കിൽ ഈശ്വരനെ കണ്ടുപിട്ടുമെന്നോ അതൊന്നും പ്രതീക്ഷിച്ച്. അതുകൊണ്ടല്ലോ തത്വമസി എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ആ തത്വമസി എന്ന് പറയുന്നതിന്റെ ശരിക്കുമുള്ള ആ ഒരു മീനിങ് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ തത്വമസി ഒരിക്കലും പറയാത്ത? എന്തുകൊണ്ടായിരിക്കും? ജീസസ് പറഞ്ഞിട്ടുണ്ട്, അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ജീസസിനോട് ദൈവത്തെ കാണിച്ചതാ, പിതാവിനെ കാണിച്ചതെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ജീസസ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നിട്ട് അടുത്ത അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിൽ ആ പിതാവ് വന്ന് അധിവാസം ചെയ്യും, നിങ്ങളിൽ ആ പിതാവ് വസിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളെ ചെയ്യും. അത് കഴിഞ്ഞ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരമാണ് ദൈവാത്മാവിൻ്റെ മന്ദിരം, നിങ്ങളുടെ ശരീരമാണ് ദൈവം വസിക്കുന്ന ആലയം, നിങ്ങളുടെ ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കണം. ബൈബിളിൽ ഇത് പറയുന്നുണ്ട്. തത്വമസി എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ബൈബിളിൽ കിടപ്പുണ്ട്. പക്ഷെ ആരും ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം.